അമ്മേ അമ്മേ ഇതേ ഡോക്ടർ വന്നേക്കുന്നു നോക്കി. ഞാൻ ഡോക്ടർ മാത്രമല്ല ഇവളുടെ ഒരു ഫ്രണ്ട് കൂടാ. ഇപ്പം കണ്ടമ്മേ വേദന ഒന്നും അറിയുന്നില്ല. അതിപ്പോൾ നമ്മളെടുത്ത ഇഞ്ചക്ഷൻ്റെ അത് കഴിയുമ്പോൾ നല്ല പെയിൻ വരും. നല്ല ചതവുണ്ട്, പിന്നെ ഒരു നാരോ ലൈൻ ഫ്രാക്ചർ കൂടെ ഉണ്ട്. മാക്സിമം റെസ്റ്റ് എടുക്കണം, ഒരാഴ്ചത്തേക്ക് ബെഡിൽ നനങ്ങാനേ പാടില്ല. പിന്നെ വീട്ടിലെ ജോലിക്കാരെങ്ങനെ? എല്ലാം അമ്മ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, അടങ്ങിയിരിക്കത്തില്ല. ആണല്ലേ, ഇനിയിപ്പോൾ പണിയൊന്നും എടുക്കാൻ നിൽക്കണ്ട. ഒരാഴ്ചത്തേക്ക് എന്തെങ്കിലും റെസ്റ്റ് എടുക്കുക. ഇവള് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ മരുന്നും കഴിച്ച് റെസ്റ്റ് എടുക്കുക. നല്ല ക്ഷീണം കാണും, പകലൊക്കെ നല്ലോണം കിടന്ന് ഉറങ്ങും. ഓക്കെ, ഞാൻ മരുന്ന് ഞാൻ നോട്ട് ചെയ്ത് തരാം. അമ്മ കിടന്നു. അമ്മേ ഇതെവിടെ പോവാ? മോള് പോകുമ്പോ കഥ അടയ്ക്കണ്ടേ? അമ്മ പോയി കിടന്നേ. ഞാൻ കിടക്കാം. അമ്മ മെഡിസിൻ കഴിച്ചോ? ഇല്ല, അത് കഴിച്ച ഉറക്കം വരില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അമ്മേ? റെസ്റ്റ് എടുക്കണ്ടേ? ഡോക്ടർ പറഞ്ഞത് അമ്മ കേട്ടില്ലേ? ചെല്ലു പോയി കിടന്നേ. അല്ല, എന്തെങ്കിലും ആഹാരം ഉണ്ടാകും. ഞാൻ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് വേറൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല അമ്മേ. അത് സാരമില്ല മോളെ, നമ്മളല്ലേ ഉള്ള, ആര് വരാനാ? എനിക്കതാ ഇഷ്ടം. ശരി എന്നാ ഞാൻ പോട്ടെ. അമ്മ കിടന്നോണേ മരുന്ന് കഴിച്ചിട്ട്. നീ കിടക്കാം, നീ പോ, കഥ പൂട്ടണ്ടേ. റെസ്റ്റ് എടുക്കണേ. അപ്പോൾ അണ്ണനത് നിനക്ക് ഓർമ്മയുണ്ട് ഇല്ലയോ? എങ്ങനെയാ അണ്ണ എനിക്ക് അണ്ണനെ മറക്കാൻ പറ്റുന്നേ? അണ്ണനെ നീ എങ്ങനെ മറക്കും? കല്യാണം കഴിക്കുന്നതിൻ്റെ തലേ ദിവസം വല്ലവൻ്റെയും കൂടെ ഒളിച്ചോടി പോയിട്ട് ചങ്ക് പൊട്ടി അച്ഛൻ ചത്തുപോയത് നിനക്ക് അതൊക്കെ ഓർമ്മയുണ്ടോ? ഈ അണ്ണൻ്റെ മനസ്സ് വിഷമിച്ചോ നിനക്ക് ഓർമ്മയുണ്ടോ? എടി, നിനക്കൊരു അപകടം പറ്റിയപ്പോൾ ഞാൻ ഓടി വന്നില്ലയോ? അതാടി രക്തബന്ധം. ആര് പറഞ്ഞണ്ണ? ഞാൻ എങ്ങനെ അറിയാനാ? നിന്റെ ഭർത്താവ് ദിവാകരനെ വിളിച്ചു പറഞ്ഞു, അവൻ നാട്ടുകാരോട് പറഞ്ഞു, അങ്ങനെ ഞാനറിഞ്ഞു. അണ്ണ ഇതാരാ അണ്ണ? നീ കൊച്ചിലെ ഉള്ളപ്പോൾ കണ്ടയായിരിക്കും. അല്ലേ എൻ്റെ മോനാ ശംഭു. ശംഭു മോനെ? അപ്പച്ചി ഓർമ്മയുണ്ട് തന്നെ? ശംഭു മോനെ, മോനെ നിന്നെ കാണുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. മോളെ, ഇതെല്ലാം ഒരു നിമിത്തമാടി. നീ നട്ടലിടിച്ച് വീഴാനും നിന്നെ കാണാൻ വരാനും എല്ലാം നല്ലതിനാണ് ഓർത്താൽ മതി. ആ അണ്ണൻ ഇങ്ങോട്ട് വാ, എനിക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റത്തില്ല. അണ്ണ ഇങ്ങോട്ട് ഭാഗത്ത് വാ. അങ്ങോട്ട് ചേടി, അങ്ങോട്ട് ചേടി. നടുവിന് സുഖമുണ്ട് ഇവിടെ ഇരിക്കുമ്പോഴേ. എൻ്റെ മുഖം കണ്ട് സംസാരിക്കണ്ട, അങ്ങോട്ട് ചേടി. അങ്ങോട്ട് ഇരിക്കേ, പോ അങ്ങോട്ട്. പണ്ടേ കുസൃതിയായി ഇവള്. ഇരിക്കടാ അമ്മനെ. എനിക്ക് ഈ സ്പ്രിങ്ങിന്റെ മണ്ടയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ല, നടുവിന് പ്രശ്നമാ. സ്പ്രിങ്ങിന്റെ മണ്ടയ്ക്ക് സ്പോഞ്ചില്ലേ? ഇരുത്തൂടെ? നിനക്കിത് എങ്ങനെ പറ്റിയതാടി? ഓ, ഞാൻ ഈ മഴ പെയ്തപ്പോൾ തുണി എടുക്കാൻ വേണ്ടി സ്റ്റെയറിന്റെ മണ്ടയിൽ കയറിയതാ. അവിടുന്ന് കാല് തന്നെ വീണ് ചെറിയൊരു ചതവുണ്ട്. അല്ലെങ്കിൽ നീ ചാട്ടക്കാരി അല്ലയോ? എവിടെയെങ്കിലും ചാടി ചാടി നടക്കും, അങ്ങനെയല്ലേ വല്ലതിൻ്റെ കൂടെ നീ ചാടിപ്പോയത് ചാട്ടക്കാരി? അമ്മയ്ക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ അണ്ണാ? പിന്നെ ദേഷ്യം കാണാതിരിക്കുമോ? കുഴപ്പമില്ല, ഞാൻ ഇനിയും പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അമ്മയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം. ശംഭുമോൻ എന്തോ പഠിക്കുവാ? ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞ പറ്റി ഞാനും സ്വന്തം അണ്ണാക്കിൽ ഇട്ട് തന്നെ കൂട്ടാനോടാ നീ. പാറക്കല്ല് പോലെ ഇരിക്കുവോ ശരീരം? ഓ, മോൻ ജിമ്മിലൊക്കെ പോവോ? ഓ പിന്നെ 3 നേരം കഴിക്കാൻ പോവാണോ? അല്ലല്ല, അങ്ങനല്ല. ഈ 3 നേരം ക്ലൈൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ 3 നേരം വീതം പോകേണ്ടി വരും.
ഒരുപാട് ക്ലൈൻ്റ് ഒക്കെ ഉണ്ട്. അണ്ണ ഇപ്പൊ പോവോ അതോ എങ്ങനാ? അത് കൊണ്ടുവന്ന ഫ്രൂട്ട്സ് കൊടുക്കാതെ അയ്യോ വേണ്ടായിരുന്നു. അപ്പച്ചിക്ക് ഇരുന്ന് സ്വപ്നം കാണാതെ പോയി അരിഞ്ഞ് കഴിക്കേ പോ. ഇത് പോടി എടി എണ്ണീക്കടി. അല്ല ഇത് എടുക്ക. എന്താടി ഞാൻ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് നീ കഴിക്കത്തില്ല? അതിനകത്ത് വിഷമൊന്നും ഞാൻ കുത്തി വെച്ചിട്ടില്ല നിന്നെ കൊല്ലാം കേട്ടോ. അതല്ല കഴിക്കത്തില്ലെങ്കിൽ ഇവൻ കൊടുത്തേക്ക്, ഞങ്ങളങ്ങ് പോയേക്കാം. അല്ലണ്ണ ഞാൻ എടുക്കാം. നിനക്ക് തിന്നാൻ ഞാൻ മേടിച്ച നീ നടങ്ങ അവിടെ. നടത്തത്തിന് ഒരു മാറ്റവും ഇല്ല. മടിച്ച് ഇപ്പോഴും അതുപോലെ തന്നെ. എടാ നീ പാറക്കല്ല് പോലെ ഇരിക്കുക ശരീരം. എന്തിനാണ് ആ തന്റെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂടെ നടക്കുന്നത്? വല്ലതും പറ്റിയതുണ്ടോ എന്റെ കൈക്ക്? പൈസ ചായും നീ എന്തുവാടി വിരളും ചപ്പിക്കൊണ്ട് നിൽക്കുന്നേ? ഒന്നുമില്ല അണ്ണ. അല്ല അവനില്ലയോ മറ്റവൻ? അവൻ്റെ സ്വഭാവം അത്ര ശരിയല്ല കേട്ടോ. ആരാ അണ്ണ? നിന്റെ കെട്ടിയോൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞേ. അയ്യോ അണ്ണന് തോന്നുന്നതാ, നല്ല സ്നേഹം, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവനെ ഞാൻ എത്രയോ വട്ടം മാർക്കറ്റിൽ വെച്ച് കാണുമെന്നറിയാം ഒരു ദിവസം. എന്നാൽ അവൻ എന്നോട് വന്നൊന്ന് മിണ്ടണം, അവൻ്റെ അളിയാനാന്നുള്ള രീതിയിൽ. അവൻ മിണ്ടത്തിൽ അവൻ തിരിഞ്ഞു വെട്ടി ഒറ്റ പോക്ക. അറിയാവോ നിനക്ക്? അങ്ങനൊന്നും ഇല്ല അണ്ണ. അതെ അണ്ണനെ കണ്ടു കഴിഞ്ഞാൽ അണ്ണൻ സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ്. മിണ്ടി കഴിഞ്ഞാൽ എനിക്ക് സ്നേഹമല്ലേ വരുത്തുള്ളൂ. ഇത്രയും വർഷമായില്ലയോ വേണമെങ്കിൽ ഇരുന്നിട്ട്. പിന്നെ മറ്റവനില്ലയോടെ? ആരാ അണ്ണ? അല്ല ആ വടക്കേലെ സന്തോഷം. അവനാണെങ്കിൽ ഇപ്പോഴും ഇങ്ങോട്ട് നോക്ക്. ആ വടക്കേലെ സന്തോഷം ഇപ്പോഴും കെട്ടാതെ നിൽക്കുക. അവൻ്റെ ഷഷ്ടി പൂർത്തിയാവാറായി. അണ്ണൻ ചായ കുടിച്ചിട്ടല്ലേ ഇറങ്ങത്തുള്ളൂ? ചായ കുടിക്കുന്നില്ല, വല്ലതും കഴിച്ചിട്ടങ്ങ് പോവാം. കഞ്ഞി ഒന്നും ഉണ്ടാക്കി ഇനി നീ ബുദ്ധിമുട്ടുണ്ട. ഊണെടുക്കുന്നു. അതെന്തുവാടി? ഉഴുന്നും തൊമരയും കടലയും പരിപ്പും എല്ലാം കൂടെ ഒരൊറ്റ പാത്രത്തിൽ ഇട്ട് വെച്ചേക്കുന്നേ. അത് സാവോട്ടാ അണ്ണ. സാവോട്ടോ? എന്തോ അത്? അണ്ണ അതെ വേണ്ട, ഇത് കണ്ടോ, ഇതെല്ലാം കൂടെ ഒരെണ്ണത്തിനകത്ത് ഇടാൻ പറ്റും. ഇത് ഓരോ കിലോയുടെ ഓരോ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിനകത്ത് ഈ ഓരോ സാധനങ്ങളിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് വേണ്ട. ഇത് കണ്ടോ, ഇതിനകത്ത് ഇങ്ങനെ 360 ഡിഗ്രി റൊട്ടേഷനിൽ കറക്കി എടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഓരോ സാധനങ്ങൾ എളുപ്പത്തിൽ വരും. ഇതിനകത്ത് തന്നെ നമുക്ക് കഴുകി ഉപയോഗിക്കാം. ഇതെവിടുന്ന് ഏത് കടയിൽ നിന്നാണ് മേടിച്ചേ? അയ്യോ ഇത് കടയിലൊന്നും കിട്ടത്തില്ല. ഇത് അവരുടെ വെബ്സൈറ്റ് ഉണ്ടെന്നാ, www.savot.in. അതിനകത്ത് കയറി പർച്ചേസ് ചെയ്തത്. ഓ എന്തായാലും സാധനം കൊള്ളാം. അപ്പോൾ ജോലിയൊക്കെ എളുപ്പമുണ്ടല്ലേ? പിന്നെ ഇത് വന്നതിന് ശേഷം പണി നല്ല എളുപ്പമുണ്ട്. അപ്പോൾ എന്നാൽ ഊണാക്കണ്ട, സദ്യ തന്നെ അയക്കൂ. ഇങ്ങോട്ട് മാറി നിൽക്കട കണ്ട മൃഗമേ. നിൽക്കുന്ന അപ്പച്ചി ചോറായ അപ്പച്ചി? ചോറ് ഇനി വെക്കണം മക്കളെ. കൂട്ടാൻ എന്തുവാ? എന്തുവാന്ന് പറഞ്ഞാൽ മതി, അപ്പച്ചി ഉണ്ടാക്കി തരാം. എനിക്കൊത്തിരി ചോറൊന്നും വേണ്ട, എനിക്ക് ഇത്രയും ചോറ് മതി. അപ്പച്ചി നാടൻ മുട്ട ഇരിപ്പുണ്ടോ? നാടനില്ലടാ. എന്നാൽ വെള്ളമുട്ട ആയാലും മതി. വെള്ളമുട്ടയുണ്ട്, അപ്പച്ചി രണ്ടെണ്ണം പൊരിച്ചു തരാം. അയ്യോ പൊരിക്കണ്ട, പുഴുങ്ങിയാൽ മതി. ഒരു 16 മുട്ട. 16 മുട്ടയോ? അയ്യോ അത്രയൊന്നും കാണത്തില്ല മക്കളെ. വീട്ടിലെ കുഴപ്പമില്ല, അപ്പച്ചി പുറത്തുനിന്ന് മേടിച്ചാൽ മതി.
ഇട്ട് പിടപ്പിക്കാതിരിക്കടാ, മനുഷ്യനൊന്ന് ഉറങ്ങാൻ വേണ്ടി വന്നില്ലയോ? എന്താടി ഊണായോ? അരിയടപ്പത്തിട്ടെണ്ണ ഇച്ചിരി സമയം എടുക്കും. എനിക്കൊന്ന് കിടക്കണം കുറച്ച് നേരം. ആ, എത്രയും യാത്രയും ചെയ്ത് ക്ഷീണമായിട്ട് ഞാനും അവനും വന്നേ ഇല്ലയോ? ഞങ്ങളൊന്ന് കിടക്കട്ടെ കേട്ടോ. നീ പോയി ആ ഊണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്ക്. ചെല്ല. ആഹാ, വാ. ചുമ്മാ വന്നതായിരുന്നോ? ചുമ്മാ വന്നതല്ല, ഗൾഫിൽ നിന്ന് അവൻ കാര്യം വിളിച്ചു പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ അറിയുന്നത്. ഇതെന്താ പറ്റിയതാ? ഓ, ഒന്നുമില്ല. മഴയത്ത് തുണി എടുക്കാൻ വേണ്ടി സ്റ്റേറി കയറിയതാ. തെന്നി കിടക്കുമായിരുന്നു. സാരമില്ല, ചെറിയ ചതവ്. ഡോക്ടർ റെസ്റ്റ് പറഞ്ഞേക്കുവാന്നേ. അവൻ ഗൾഫിൽ നിന്ന് വിളിച്ച കാര്യം പറഞ്ഞു. ഓ, അവൻ്റെ ചേട്ടനെ ഞാൻ വന്നിവിടെ നോക്കണ്ടായോ? ഒന്നില്ലേലും ഒരു സമയത്ത് ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക്. അവളെന്തിയെ? ദീപ്തി എന്തിയെ? അവള് ജോലിക്ക് പോയി. വല്ല ഉത്തരവാദിത്വം ഉണ്ടോ അവൾക്ക്? അവളുടെ അമ്മ വയ്യാടക്കും ഇല്ലയോ? ഇപ്പോഴാണോ ജോലിക്ക് പോകുന്നത്? ഓ, അവൾക്ക് ജോലിയൊക്കെ ചെയ്യണ്ടേ ചേട്ടാ. ഞാനേ റെസ്റ്റ് പറഞ്ഞേക്കുവാണേ ഡോക്ടർ. ഇപ്പം മരുന്ന് കഴിച്ചപ്പോഴത്തേക്ക് തലയൊരു കറക്കം, ഉറക്കം വരുന്നു. ഇതിപ്പം എവിടായത്? അതാ ഇവിടെ ഇങ്ങനെ ഒരു വേദനയുണ്ട്. ഇപ്പൊ ഡോക്ടറിന്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കേ ഡോക്ടറെ MRI എടുക്കാൻ പറഞ്ഞ് MRI എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു ഞരമ്പിനൊരു ചെറിയ ചതവുണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഇരിക്കുന്നു. റെസ്റ്റ് എടുക്കണമെന്നാ പറഞ്ഞത്. ഇതെന്തുവാ? ഞരമ്പിന്റെ ആണോ? ആ, ഞരമ്പിന്റെയാ. റെസ്റ്റ് എടുത്താൽ മതി, അങ്ങ് മാറും. ഒന്ന് റെസ്റ്റ് എടുക്കണം. അവൻ രാവിലെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോഴേ ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി. എടാ, ഇതിപ്പോ എന്തോ ചെയ്യാൻ പറ്റും? ഇതിനെ കളറി എന്തെങ്കിലും? അപ്പച്ചക്ക് തല കുത്തിക്കാൻ പറ്റുമോ? ഇപ്പൊ പറ്റത്തില്ല. നിന്റെ ആ വൈദ്യനില്ലോടാ, അയാളെ കൊണ്ടൊന്ന് കാണിക്ക്. ഗുരുക്കളുടെ അടുത്ത് വലിയൊരു പ്രയോഗമുണ്ട്. എണ്ണത്തോണിയിലിട്ട് മെഴുക്കിടുന്നു. പറ്റൂ? അയ്യോ, ഇപ്പൊ ഒന്നും വേണ്ട. ഡോക്ടർ എന്നാ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാന്നേ. റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് റെസ്റ്റ് എടുത്തൊന്ന് കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ ശരിയാവും. വരുമ്പോഴത്തേക്കേ റെസ്റ്റ് എടുക്കട്ടെ എന്നാ. ഓ, അത് ശരി. എന്നാ പിന്നെ ചായ എടുക്ക. അല്ല, റെസ്റ്റ് എടുക്കട്ടെ. റസ്ക് ഒന്നും വേണ്ട. അല്ലേ പിന്നെ എന്തിനാ ഉച്ചയ്ക്ക് ചായ? നമ്മളത്ര കണ്ണീർ ചോലാത്ത ഒന്നല്ലല്ലോ. നീ അവിടെ ഇരിക്കേ. ഉച്ചയ്ക്ക് ഊണായിക്കോട്ടെ. മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ. അവൻ വെളുപ്പിനെയാ കാര്യം വിളിച്ച് പറഞ്ഞത്. ഇവളുടെ ഭർത്താവിൻ്റെ ചേട്ടനായി ഞാടെ വന്നില്ല, പിന്നെ ആര് വരാനാ? ഈ വേദന എന്തുവന്നേ എനിക്കറിയാം. ഞാനിതുപോലെ വീണിട്ടുണ്ട്. നരകവേദനയാ, നരകവേദന. അപ്പൊ അറിയാം. ഞാൻ 1 2 അല്ല 60 ദിവസം റെസ്റ്റ് എടുത്തത്. ഒരേ റെസ്റ്റ്. നീ അതുപോലെ റെസ്റ്റ് എടുക്കണം. ചോറിനെന്തുണ്ട് അപ്പച്ചു കൂട്ടാൻ? ചോറ് വേണ്ടേ? വേണം, അതിലല്ലേ മൂളി ഇത്. മോരുകറിയുണ്ട്, തോരനുണ്ട്, ഇച്ചിരി അച്ചാറും ഉണ്ട്, പിന്നെ 16 മുട്ടയുടെ മഞ്ഞയും ഉണ്ട്. മഞ്ഞ മാത്രം ഇടുന്ന കോഴി ഉണ്ടോ? വെള്ളം മരുന്നിനും എടുക്കുമായിരിക്കും. മുട്ടയൊന്നും പൊരിക്കാൻ നിൽക്കണ്ട, അതൊക്കെ വലിയ ജോലിയില്ലയോ. വണ്ടിക്കകത്തേ മീൻ ഇരിപ്പുണ്ട്, അതെടുത്ത് കറി വെക്ക്. ഈ തുണ്ടമീനാണെങ്കിൽ നമുക്ക് തുണ്ടമീനൊന്നും അല്ല, നല്ല കാൽസ്യം ഉള്ള മീനാ. ഈ സമയത്ത് അങ്ങനെയുള്ള മീൻ വേണം കഴിക്കാൻ. നെത്തോലി, ചെമ്മീന്, ഇത് രണ്ടും കറി വെച്ച് കഴിച്ചാൽ മതി. വണ്ടിരിപ്പുണ്ട്. അത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചല്ലയോ? അല്ല വേണ്ട, ഇവള് വെക്കട്ടെ. നീ വെച്ചാൽ മതി, ഇവളിപ്പം നല്ല ടേസ്റ്റാ. അച്ഛാ, ഇപ്പൊ കക്ക എന്ത് ചെയ്യും? അത് തോടുള്ള ഇല്ലയോടാ, സമയം എടുക്കത്തില്ലയോ? അല്ലേ വേണ്ട, തോട് നീ ഞങ്ങളാ. നല്ലപോലെ ഉപ്പിട്ട് തിളപ്പിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. ഒരു 15 ഉണ്ട് ഇല്ലോടാ, വറുത്താൽ മതി. അല്ലേ പിന്നെ ഒന്നും വേണ്ട. നീ ഒരു കാര്യം ചെയ്യ്, കാരണത്ത് പോയി സാധനം എടുത്തോണ്ട് വാ, അവൾ കറി വെച്ചോളൂ. അടുക്കളയിൽ പോയി റെസ്റ്റ് എടുക്ക്, ആ സാധനം കൊണ്ടുവരും.
ഓ നടുവിനെന്തൊരു വേദന. ചേരം പോയി കിടക്കാം. എന്തോ അവിടെ? എവിടെ? എന്തോ അമ്മാരെന്തോ അവിടെ? ആര്? നിന്റെ ആങ്ങളാ. അതെനിക്ക് വയ്യാതിരുന്നോണ്ട് കാണാൻ വന്നത്. അവനേക്ക് എന്തിനാ ഇങ്ങോട്ട് കയറ്റിയത്? ഒരാള് വരുമ്പോ ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റത്തില്ലല്ലോ ചേട്ടാ. കാര്യം നിന്റെ ആങ്ങളേക്കായിരിക്കും. പക്ഷെ അറിയാമല്ലോ, എൻ്റെ അനിയൻ നിന്നെ കെട്ടാൻ സമയത്ത് എൻ്റെ കരണം നോക്കി അടിയടിച്ചതാ അവൻ. ആണ്ടേ ഈ കണ്ണിപ്പോഴും കാണത്തില്ല. അവനേക്കാ വീട്ടിൽ വിളിച്ച് കിടത്തി ഉറക്കുന്നത്. എൻ്റെ അനിയൻ അറിഞ്ഞാലേ ചവിട്ടി പുറത്താക്കി രണ്ടിനെ. അല്ല എൻ്റെ മോനോട് പറയട്ടാ, കളരിയാ അവൻ. ഒന്നും വേണ്ട, ബഹളത്തിന് പോകണ്ട, അവര് പൊക്കോളും. ഓ, ആൾക്കാർക്ക് ഇതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരും തിരിഞ്ഞത്. സുഖിച്ചിരിക്കുമ്പോ വന്നങ്ങ് കൂടാ. ബന്ധുക്കൊക്കെ ഭയങ്കര മിടുക്കാ. ഭയങ്കര സുഖമാണ്. അവര് കഴിച്ചിട്ടങ്ങ് പൊക്കോളും ചേട്ടാ. ഓ, നീ കഴിക്കാനും നിൽക്കുന്നുണ്ടോ? എന്തായാലും ആയിക്കോട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കഴിക്കുന്ന കൊള്ളാം, പക്ഷെ എൻ്റെ കൊഞ്ചും നെത്തോലി അവനെ കൊടുക്കത്തില്ല. കണവേ അണപ്പേ വാങ്ങിച്ചോ എൻ്റെ ഇടയ്ക്ക്? ഓ, നടുവിനാന്നോ ഈ വെട്ടുകൊള്ളുന്നേ? അമ്മേ, ചുള്ളി വല്ലതും പറക്കാം. അയ്യാ, ആ രണ്ടെണ്ണം ആർക്കാ? അവര് വന്നിട്ടുണ്ട്. ഏതവര്? ചേട്ടൻ. ഞാൻ പറയാം. എല്ലാ എനിക്ക് അങ്ങോട്ട് പോകാൻ ചോറിന് പോ. നിന്റെ കണ്ണിന് ഇപ്പോഴും കാഴ്ചയുണ്ടോ? നിന്റെ വിറയലെങ്ങനുണ്ട്? അതിന് മാറ്റമൊന്നുമില്ല. വെറുതെയാണ് ആ മർമ്മത്തിട്ട് ഞാൻ കുത്തി തന്ന. അച്ഛനെടുത്ത കണ്ണാടാ. അച്ഛൻ കൊടുത്ത വിറയാടാ അത്. നോക്കിയിരിക്കാതെ ആനന്ദത്തോടെ മസിൽ അങ്ങോട്ട് കാണിക്കടാ. നീ നോക്കി നിൽക്കാതെ രണ്ട് മുറയും കൊണ്ട് കാണിച്ചു കൊടുറാ. ഇവനെന്തോ മണ്ണ് വരുന്നു. ടേബിളൊക്കെ തുടച്ചിട്ടേ ഇനി തുടയ്ക്കണ്ട. വേറെ മുറ കാണിയറാ പൂഴിക്കടകൻ. അതിനിവിടെ മണ്ണില്ലല്ലോ അച്ഛാ. മണ്ണിയെ ഇറക്കി തരടാ ടിപ്പറിനകത്ത്. വേറെ എല്ലാം കാണിക്കുക. കഴിക്കാനുള്ളതല്ലേ അതൊക്കെ അവിടെ. ചോറ് വിളമ്പ്, കഴിച്ചിട്ട് പോട്ടെ. വല്ലപ്പോഴും കയറി വരുന്നതല്ലേ. എനിക്ക് വേണ്ട ചോറ്. അത് അന്തസ്. എന്നാ ഞാൻ പോകുന്നില്ല. എൻ്റെ പെങ്ങളുണ്ടാക്കിയ ചോറ് കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കഴിക്കുന്നതൊക്കെ കൊള്ളാം,
പക്ഷേ കൊഞ്ചും ഞണ്ടും തിന്നല്ലേ, അത് ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാ. ആര് മേടിച്ചാലും എൻ്റെ പെങ്ങള് വെച്ച ആഹാരം ഞാൻ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. നീയും ഷോ, ദൈവത്തെ ഓർത്ത് രണ്ടുപേരും ഒന്ന് നിർത്ത്. ഞാനേ മരുന്ന് കഴിച്ചിട്ടിരിക്കുക, എനിക്ക് തല കറങ്ങുന്നുണ്ട്. റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ. നീ ചോറും വിളമ്പി തന്ന് ആ പാത്രം കഴുകിയിട്ട് ആവശ്യത്തിൽ കൂടുതൽ റെസ്റ്റ് എടുത്തോ. വയ്യാതിരിക്കുന്ന ഒരു സ്ത്രീയോട് ഇങ്ങനെയാണോടോ സംസാരിക്കുന്നത്? വെച്ച ചോറ് കാലം നിന്റെ അച്ഛൻ കുഴിയിൽ നിന്ന് വന്ന് എണ്ണിച്ചിരുന്ന് കഴുകൂ. നിന്റെ എന്നാ പോ. നിന്റെ ഒരു കണ്ണിനല്ലേ കാഴ്ചയില്ലാതുള്ളൂ, മറ്റേ കണ്ണിന് ഉണ്ടോ? വിറ ഞാൻ കൂട്ടി തരാവടാ, കഴിയട്ടെ. പ്രോട്ടീൻ വരട്ടാ, എൻ്റെ എല്ല് ഞാൻ ഓടിക്കും. പോടാ. ഭാഗ്യം ആരുമില്ല. എന്തുമാത്രം പാത്രമാ കഴിയെ കൂട്ടിയത് ഭഗവാനെ. അയ്യോ എൻ്റെ ദൈവമേ, വയ്യ. കൃഷ്ണ, ആ വീഴ്ചയിലങ്ങ് തീർന്നാൽ മതിയായിരുന്നു, ഇത്രയും പാട് വരത്തില്ലായിരുന്നേ. കൊല്ലമായി തിരിഞ്ഞു നോക്കിയിട്ട്. ഇപ്പോഴെങ്കിലും ഞാൻ വന്നല്ലോ. വന്നിട്ടെന്തോ പ്രയോജനം? പിന്നെ പിടിക്കില്ലേ ഇപ്പൊ മൂക്ക് മുട്ടെ? നീ പിന്നെ കേറ്റാതിരിക്കുവാന്ന്. ഞാൻ കയറ്റിയതേ, ഞാൻ മേടിച്ചിട്ട് വന്നത് തന്നെ, അല്ലാതെ വല്ലവനും ഉണ്ടായിക്കൊണ്ട് വന്നതല്ല കയറ്റിയത്. ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പെങ്ങൾ വെച്ച് തന്നെയാ എനിക്ക്, അല്ലാതെ നിന്റെ ഒന്നും കൈവച്ചുണ്ടാക്കിയത് ഞാൻ പട്ടി പോലും കഴിക്കുന്നില്ലടാ. ആ കഴുപ്പ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നിന്റെ ആർത്തി, എന്റെ മോന്റെ ആർത്തി. ഒന്നും രണ്ടും അല്ല, 25 കൊല്ലമായി ഓരോരുത്തന്മാര് തിരിഞ്ഞു നോക്കിയിട്ട്. ഇപ്പം വലിയ സ്നേഹം നടിച്ച് വന്നേക്കുന്നു, എന്തേലും കാര്യം കാണും, വേറെ ഒന്നും അല്ലല്ലോ. 25 കൊല്ലത്തിലെ കണക്ക് നീ പറയുന്നല്ലോ. എൻ്റെ പെങ്ങള് വീണപ്പോഴേ ആദ്യം ഇവിടെ ഓടിയെത്തിയത് ഞാനാ. ഞാൻ തന്നെ ആദ്യം ഓടി എത്തിയേനെ, വീട് കുറച്ച് ദൂരെയായി പോയി, അതുകൊണ്ടാ. നീ എങ്ങനെ അറിഞ്ഞത്? നാട്ടുകാർ പറഞ്ഞില്ലേ അറിഞ്ഞത്? ഞാൻ അറിഞ്ഞതേ എന്നെ അനിയൻ വിളിച്ച് പറഞ്ഞിട്ടാ. അവന്റെ ഭാര്യയായി ഇത്, ആ ബന്ധം, ആ രക്തബന്ധം. അനിയൻ വിളിച്ച് പറഞ്ഞിട്ടും നീ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടല്ലേ ഇവിടെ എത്തിയത്. ഞാൻ എൻ്റെ പെങ്ങൾക്ക് ഫ്രൂട്ട്സുമായിട്ടേ സ്പോട്ടിലുണ്ടായിരുന്നു. നീ എന്തുവാടാ കൊണ്ടുവന്നേ അവർക്ക്? ഞാൻ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, പക്ഷെ ഞാൻ കൊണ്ടുവന്ന കൊഞ്ചും ചെമ്മീനും കൂട്ടിയാ നീയും നിന്റെ മോനും വെട്ടി വിഴുങ്ങിയത്, അത് മറക്കരുത്. അതെൻ്റെ പെങ്ങൾ വായിക്ക് രുചിയായിട്ട് വെച്ചോണ്ട് ഞാൻ കഴിയും. നിങ്ങളൊന്നും മിണ്ടായിരുന്നേ. ഇത് എന്തുവാ ഇത്? എപ്പോൾ തുടങ്ങിയ ബഹളവാ? ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും ഒന്നിച്ചില്ലേ? ഇതിൽ കൂടുതൽ എന്തുവാ വേണ്ടുന്നത്? എല്ലാവർക്കും സ്നേഹത്തോടെ സന്തോഷത്തോടെയും ജീവിക്കാം. അതിനിടയ്ക്ക് ഈ വഴക്കും ബഹളവും എനിക്ക് വയ്യ. ഡോക്ടർ എനിക്ക് റെസ്റ്റ് പറഞ്ഞതാ, എനിക്കൊന്ന് കിടക്കണം, ഒന്ന് ഉറങ്ങണം. എന്റെ പൊന്നുമോളെ നീ തന്നെ പറ, എന്റെ കല്യാണം മുതൽ ഇവിടെ വരെ നിന്നെ സഹായിച്ചാരാ? ഞാനാണോ ഈ ഇരിക്കുന്ന മരംകൊടനാണോ? എന്റെ പൊന്നു ചേട്ടാ, അത് ചേട്ടനാ, എല്ലാവർക്കും അറിയാലോ. എന്നാ പിന്നെ ഞാൻ പോയേക്കാം മോളെ. അവിടെ നിന്നേ, അണ്ണനെ വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? അണ്ണ എന്റെ രക്തവാ. എന്റെ അണ്ണ എനിക്ക് എല്ലാരെയും വേണം. നിങ്ങൾ എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒന്ന് ഇരിക്കുക, ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ. അതെന്തോ അവിടെ നാളെ ഉണ്ടാക്കല്ലേ? ബലം കുട്ടിയിട്ട് നീ എന്ത് കാണിക്കാനാ? നീ ഇത് കണ്ടോ? കുറ്റം പറഞ്ഞാ നീ എന്തോ ചെയ്യണ? നീ എന്ത് കാണിച്ചു തരാനാടാ? കേരളത്തിലെ സംസ്കാരമാണ് കളി. നിനക്ക് ഈ സംസ്കാരമില്ലാത്ത നിന്നെ പോലെ ഉള്ളവന്മാര് കളി കളിച്ചിട്ട് എന്തെടുക്കാനാണോ? പേശികളുടെ ബലം കൂട്ടാനുള്ളതാണ് കളി. ഈ പേശികൾക്ക് ബലം കൂട്ടിയിട്ട് നീ എന്ത് കാണിക്കാനാ? നീ ഇത് കണ്ടോ? ഒരു ടിക്കറ്റ് ആരാടാ ഇഞ്ചക്ഷൻ ചെയ്തത്? ഓടാ കാണിച്ചു തരാടാ. ഞാൻ നാച്ചുറലാടാ, നാച്ചുറൽ. നിന്നെ കണ്ടപ്പോ എനിക്ക് തോന്നി കേടാ, നീ പലർക്കും വഴങ്ങി കൊടുക്കുന്നവനാണ്. നിന്റെ അച്ഛനും എന്റെ അച്ഛന് പറഞ്ഞാണോ? എന്താ പറ്റി?
നിന്നെയൊക്കെ അച്ഛന്മാരെ കിടന്ന് കാണിക്കുന്നത് മനസ്സിലാക്കാം. നീയൊക്കെ കൂടെ ചെറുപ്പമല്ലേടാ. ഞാനും എൻ്റെ മോളൂടെ വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കും. ആൾക്കാർ ഒരു ശബ്ദം കേട്ടിട്ടില്ല. വയ്യടാ എനിക്ക്. എന്നോട് സ്നേഹിച്ചേ സ്നേഹിക്കടാ. എടാ എനിക്ക് വേണ്ടി ഒന്ന് കെട്ടിപ്പിടിക്കടാ. അപ്പച്ചി പറഞ്ഞോണ്ട് ഇവിടെ പിടിച്ചേ. ഇങ്ങനെ വേണം സഹോദരങ്ങളെ പോലെ. ഞാൻ ഇനി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. കഴിച്ച ഗുളികയുടെ കെട്ടിറങ്ങിയെന്ന് തോന്നുന്നു. പോയി ചേട്ടന്മാരെ എന്തോ ഈ കാണിക്കുന്നേ? പിന്നെ ഞാൻ നിന്റെ മറ്റേ കണ്ണു ഞാൻ ഇടിച്ച് പൊട്ടിക്കോടാ നായേ. അടങ്ങിയിരിക്കുന്ന സമാധാനവും ഇല്ല, നടുവും ഇല്ല, എടാ മക്കളൊന്നും വരണ്ടടാ. ഓടാ ഒന്ന് പിടിച്ച് മാറ്റടാ. ഇങ്ങോട്ട് വാടാ. എടാ ഒന്ന് പിടിച്ച് മാറ്റാ. ഇങ്ങനെയാണോടാ വൃത്തികെട്ടവന്മാരെ ഒരു രോഗിയെ കാണാൻ വരുന്നത്? കുറച്ചു നേരം എന്റെ സാമൂഹിക തിന്നാം. എന്തോ തെറ്റ് ചെയ്തടാ ഞാന്. അയ്യോ നീ നിർത്തടി. നീ ഒരുത്തി കാരണമാടി ഈ ബഹളം മൊത്തം ഉണ്ടായത്. നീ കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടെ കേറാത്ത എന്നെ ഞാനിവിടെ വന്നപ്പോ നീ ഇവനെ വെച്ച് എന്നെ തല്ലി ചില്ലിയോടി. നീ ഒറ്റയിരുത്തിയാടി ഇതിനൊക്കെ പ്രശ്നത്തിന് കാരണം. അളിയാ നമ്മൾ തമ്മിൽ എന്തോ അളിയാ പ്രശ്നം? നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല അളിയാ. കാലം മരിക്കാത്ത മുറിവുകളുണ്ടോ അളിയാ? ഞാനല്ല ക്ഷമിച്ചളിയാ. ഞാനും ക്ഷമിച്ചു. എന്റെ ഈ പറയുന്നു മാറിയോ? മാറിയളിയാ. അളിയാ എന്റെ ഈ കണ്ണ് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് പോയതാ. എന്നാ വാ അളിയാ ഷാപ്പിയെ പോയി ആഘോഷിക്കാം. പിന്നെ നമുക്കെന്തിനാ പ്രശ്നം? കേരളത്തിൽ ജിമ്മും വേണോ അളിയാ? കേരളത്തിൽ കളയും വേണോ അളിയാ? രണ്ടും വേണം. നല്ല ബന്ധുബലം.